ഹലോ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തസ്തികയുടെ കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാം നടക്കുന്നത് 29th ഓഗസ്റ്റിലാണ്. ഇവിടെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഇന്നലെ മുതൽ നെക്സ്റ്റ് മന്ത് 11th വരെയാണ്. ഇപ്പോഴാരും കൺഫർമേഷൻ കൊടുക്കാൻ മറക്കല്ല. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം തന്നെ ഇതിൻ്റെ എക്സാംസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതാണ്. ഒരു 10 days ബാക്ക് നമ്മുടെ യൂട്യൂബിൽ ഈ എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ലൈവ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ യൂട്യൂബ് സ്പേസിൽ നിങ്ങൾ ലൈവ് ടാബിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പോഴെന്തായാലും PSC ജാനുവരിയിലെ കലണ്ടർ ഈ കലണ്ടർ ഇയറിൽ എക്സാംസിൻ്റെ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടിലായിരുന്നു ഇതിൻ്റെ എക്സാം ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസം തന്നെ നമുക്ക് എക്സാം വന്നിരിക്കുകയാണ്. പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ലാസ്റ്റിലേക്കാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു 90 ദിവസം സമയം കിട്ടും. അപ്പം സിലബസ് ഇന്നോ നാളെ നമുക്ക് എന്തായാലും സൈറ്റിൽ അപ്ലോഡ് ആകുന്നതായിരിക്കും. ഇപ്പം നമ്മൾ അതിൻ്റെ അത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റ് സ്ട്രീംസിലൊക്കെ കണ്ടക്ട് ചെയ്ത പോലെ പോളിടെക്നിക് ലെക്ചർ, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ അവിടെ എല്ലാം 30 മാർക്സ് ബേസിക് സബ്ജക്ട്സിൻ്റെ വെയിറ്റേജ് ഉണ്ടായിരുന്നു. ഇനിയും 70 മാർക്സ് കോർ സബ്ജക്ട്സ് ആയിരുന്നു. അപ്പോൾ ആ വെയിറ്റേജ് തന്നെയാണോ, വെയിറ്റേജിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഏതെങ്കിലും പോർഷൻസ് ഒക്കെ ഒഴിവാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വിത്തിൻ 1 or 2 days മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ എക്സാമിന് ചിലർ തയ്യാറെടുത്ത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലർ ഇനിയും ആയിരിക്കും തയ്യാറെടുത്ത് തുടങ്ങാനിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് വരുത്താൻ നിങ്ങൾക്ക് ആദ്യമേ വേണ്ട കൃത്യമായിട്ടൊരു ഗൈഡൻസ് ആണ്. സിലബസിലെ സബ്ജക്റ്റുകൾ നമ്മൾ ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ഡെപ്തിൽ പഠിക്കേണ്ടത്, ഏത് ഏരിയാസിലായിരിക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ് അല്ലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വരും, ആ ഏരിയാസ് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം. PSCയുടെ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാംസിൻ്റെ പാറ്റേൺ എന്താണ്. ഫോർ എക്സാമ്പിൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സിൻ്റെ എക്സാം നടന്ന സമയത്ത് സിലബസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത് കുറച്ച് ഡെപ്തിലായിരുന്നു. അവിടെ കട്ട് ഓഫ് മാർക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇനിയും സിലബസ് അതിന് സാമ്യമുള്ള സിലബസ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ എങ്ങനെ നിങ്ങൾ കുറച്ചുകൂടെ ഒരുക്കത്തോടെ ഈ സിലബസിനെ നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെബിനാർ ഫ്രീ ആണ്. വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്സ് ആണ്. സിലബസ് വന്ന ഉടനെ നമ്മൾ വിത്തിൻ 1 or 2 days നമ്മുടെ യൂട്യൂബ് സ്പേസിൽ ലൈവായിട്ടായിരിക്കും ആ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ആ വെബിനാറിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി എക്സാം റിലേറ്റഡ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ വേണ്ട ക്ലാരിഫിക്കേഷൻ നൽകുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോട്ടെ, കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായിട്ട് നമ്മൾ പോളിടെക്നിക് ലെക്ചർ ഡിഫറെൻറ്റ് സ്ട്രീംസിൽ എക്സാമിൻ്റെ കോച്ചിങ് നടത്തി വരികയാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് സ്ട്രീമുകളിൽ ITA, ഡിപ്ലോമ, BTech, MTech റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന യോഗ്യതയിൽ വരുന്ന എല്ലാ കോഴ്സുകളും നമ്മൾ കണ്ടക്ട് ചെയ്യും. വലിയ ആ എക്സാമുകളൊക്കെ അതിൻ്റെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്ത സമയത്ത് വലിയൊരു വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ ആ വിജയം നമുക്ക് വീണ്ടും നിങ്ങൾ റെഡിയാണെങ്കിൽ ഒന്നുകൂടി നമുക്കത് ആവർത്തിക്കാവുന്നതാണ്. ഏണസ്റ്റ് അക്കാഡമി ഈ എക്സാമിനെ ബേസ് ചെയ്തൊരു ഫോക്കസ് ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സിലബസ് വന്നാൽ വിത്തിൻ 1 or 2 days ആ സിലബസിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ഫോക്കസ് ബാച്ചിൽ സിലബസിലെ സബ്ജക്റ്റ് എല്ലാം തന്നെ ബേസ് പോലെ നമ്മൾ ഡെപ്ത് വരെ കവർ ചെയ്യുന്നുണ്ടാവും. PSCയുടെ പുതിയ പാറ്റേണിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു 15 മോഡൽ എക്സാംസ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇനിയും സമയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ടൊരു ഗൈഡൻസും നിങ്ങളെ സപ്പോർട്ട്, നിങ്ങൾക്കൊരു നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. വെബിനാറിലും കോഴ്സിനും ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.